ഗുഡ് ഈവനിങ്. ഹലോ സർ. സർ, UK-യിൽ ഇപ്പോൾ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ലോസ് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കാരണം ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കൺവിക്ഷൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്താണ് പറയുന്നത്? UK-യിൽ 2024 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം 58,000 കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിൽ. അതുപോലെ തന്നെ ഫെറ്റാലിറ്റീസ് ഏകദേശം 1,600 ഫെറ്റാലിറ്റീസ് ഇല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചു. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് അത് ഗ്രാവിറ്റി ഓഫ് ദ ഓഫൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമൽ സിനാരിയോയിൽ 8 പോയിന്റ് 6 മാസം വരെയുള്ള ജയിൽ ശിക്ഷ, അതുപോലെ തന്നെ വരുന്നത് 1 ഇയർ വരെ ബാൻ കിട്ടാം. ഇത് ഒരു മജിസ്ട്രേറ്റിന്റെ ഡിസ്ക്രിഷണറി പവറാണ്. ഒരാളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് അല്ലെങ്കിൽ അവരുടെ കറന്റ് വിസ സ്റ്റേറ്റസിനെ ഈ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കൺവിക്ഷൻസ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഇമിഗ്രേഷൻ ആപ്ലിക്കേഷനിൽ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ള സ്ഥലമല്ല സത്യസന്ധമായിട്ട് എഴുതണം. അതായത് കൺസീൽമെന്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ടീസ് ഫാക്ടറി ആൻഡ് ഡെട്രിമെന്റൽ നോളജ്. അപ്പോൾ ഇത് പല ആപ്ലിക്കേഷനെ ഇത് അഫക്ട് ചെയ്യാറുണ്ട്. അതായത് ഗ്രാജുവേറ്റ് റൂട്ട് ആപ്ലിക്കേഷൻ, സ്കിൽഡ് വർക്കർ ആപ്ലിക്കേഷൻ, ഇൻഡെഫിനിറ്റ് ലീവ്, അതുപോലെ സിറ്റിസൺഷിപ്പ് ഒക്കെ 10 വർഷം വരെ ചിലപ്പം പ്രൊളോങ് ചെയ്യാനുള്ള സാധ്യത. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒരു ഡെത്ത് കോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം പണിഷ്മെന്റ് ഉണ്ടാവാൻ സാധിക്കും? പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഡെത്ത് കോസ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം 14 വർഷം ഇംപ്രിസൺമെന്റ്, ജയിൽ ശിക്ഷ, അൺലിമിറ്റഡ് ഫൈൻ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ബാൻ. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഒഫൻസസിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 95% ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കേസസ് വരുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ്. അപ്പോൾ ഒരു ബെസ്റ്റ് എക്സർസൈസ് എന്ന് പറയുന്നത് ഒരു ഊബർ എടുക്കുക, വീട്ടിൽ പോകുക. അതല്ല എങ്കിൽ നമ്മൾ മുമ്പ് കണ്ട പോലെ 14 വർഷം വരെ ഇൻവെസ്റ്റ്മെന്റ് വരാം. കാരണം ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഇമിഗ്രേഷൻ ആപ്ലിക്കേഷനും ഇത് അഫക്ട് ചെയ്യും. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഒഫൻസിൽ പെട്ടിരിക്കുന്ന ഒരാള് എന്താണ് ഫർദർ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുന്നത്? അതായത് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിൽ പെട്ട ഒരാൾ ദ ബെസ്റ്റ് എക്സർസൈസ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സോളിസിറ്റർ കണ്ട് ലീഗൽ ഒപ്പീനിയൻ. താങ്ക് യു സോ മച്ച് സർ. വെൽക്കം. ഹാവ് എ നൈസ് ഡേ.